ബ്രേക്കിംഗ് വേവ്സ് തുടരുകയാണ്. തിരുവനന്തപുരത്തെ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് മുള്ളം പന്നി അടിച്ചു കൊന്നു. നാട്ടിലിറങ്ങിയ മുള്ളൻ പന്നിയെയാണ് പ്രസിഡന്റ് വെള്ളനാട് ശശി അടിച്ചു കൊന്നത്. വനംവകുപ്പിനെ വെല്ലുവിളിച്ചാണ് അധ്യക്ഷന്റെ ഈ നടപടി. വെള്ളനാട് ശശിക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു. അറസ്റ്റ് ഉടനുണ്ടാകും. പഞ്ചായത്ത് പ്രസിഡന്റ് കൊല്ലുന്നത് ഞാൻ കണ്ടില്ല. എന്നെ ഇവിടെ നിന്നൊരു പയ്യൻ വിളിച്ചിരുന്നു. ഇവിടെ ഒരു വീടിന്റെ സൈഡിൽ പരിക്കേറ്റ ഒരു മുള്ളംപന്നി ഇരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോറസ്റ്റ് നമ്പറില്ലാത്തതുകൊണ്ട് ഞാൻ പ്രസിഡന്റിനെ വിളിച്ച് വിവരം ധരിപ്പിച്ചു. അപ്പോൾ പ്രസിഡന്റ് സ്ഥലത്തെത്താന്ന് പറഞ്ഞു. ഇവിടെ ആൾക്കാർ പറയുന്നു മുള്ളംപന്നി ഇവിടെ കൊന്നു എന്ന് പറയുന്നു. പഞ്ചായത്ത് അംഗത്തിന്റെ പ്രതികരണമാണ് കേട്ടത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായിട്ടുണ്ട്. അനന്തൻ, ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈ കാട്ടുപന്നി ശല്യം രൂക്ഷമായപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർമ്മയില്ല, അദ്ദേഹം പറഞ്ഞു കാട്ടുപന്നികളെ കൊല്ലണം, ഞങ്ങൾ കൊല്ലും എന്നൊക്കെ നിലപാടെടുത്തു. ഈ ഒരു പൊതു സമൂഹം ചിലപ്പോൾ വലിയ ഒരു പിന്തുണ ഇതിനൊക്കെ കൊടുത്തേക്ക്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെയും ആരെങ്കിലുമൊക്കെ കൊള്ളാം പ്രസിഡന്റ് ചെയ്യുക എന്ന് പറഞ്ഞ് പ്രചോദിപ്പിച്ചിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു നിയമ സംവിധാനത്തിൻ്റെയും അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ വനവകുപ്പിനാണ് അതിൻ്റെ ചുമതല എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാത്തതൊന്നുമല്ലല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിയെ പൂട്ടിയിട്ട് വാർത്തകളിലുണ്ടായിരുന്നത്. അതിവിഷയം ഇതിനകത്ത് ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു എന്നുള്ളതാണ്. ഷെഡ്യൂൾ 1-ൽപ്പെട്ട മുള്ളൻ പന്നിയെ അടിച്ചു വന്നതിനാണ് കേസ്. ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനാണ് വനം വകുപ്പിന്റെ നീക്കം. അപ്പോൾ വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി ഏത് നിമിഷവും വനം വകുപ്പിന്റെ പിടിയിലായേക്കാം എന്നുള്ളതാണ് പുതിയ അപ്ഡേഷൻ. ഇന്ന് രാവിലെയാണ് ഈ സംഭവങ്ങൾക്ക് ആസ്പദമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വാളിയറ എന്ന് പറയുന്ന ഭാഗത്ത്, വെള്ളനാട് പഞ്ചായത്തിലുള്ള വാളിയറ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു വീടിൻ്റെ സമീപത്താണ് മുള്ളൻ പന്നിയെ കണ്ടെത്തിയത്. അവിടെ നിന്ന് വീട്ടുകാർ നേരത്തെ പഞ്ചായത്ത് അംഗം പറഞ്ഞതുപോലെ അവരെ വിളിച്ചു. അവർ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു. ഉടൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടേക്ക് ഓടിയെത്തി. പിന്നീട് കാണുന്ന കാഴ്ച ഈ ടാർപോളിൻ്റെ അടിയിൽ പെട്ടിരിക്കുന്ന മുള്ളൻ പന്നിയെ വടികൊണ്ട് തല്ലുന്നതാണ്. അതിനുശേഷം പിന്നീട് നാട്ടുകാരും വീട്ടുകാരൊക്കെ നോക്കുമ്പോൾ മുള്ളൻ പന്നി ചത്ത് കിടക്കുന്നു, ചോരയൊക്കെ ഒലിപ്പിച്ച് കിടക്കുകയാണ്. വെള്ളനാട് ശശി ആ സമയത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ടോളാം, വനം വകുപ്പിനെ കൊണ്ട് കാര്യമൊന്നുമില്ല എന്നുള്ള നിലയ്ക്കുള്ള പ്രതികരണമൊക്കെ അവിടെ നിന്ന് നടത്തുകയും ചെയ്തു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും വിളിച്ചു പറഞ്ഞിരുന്നു. അവരെത്താൻ വൈകി. അവരെത്തുന്നതിന് മുൻപ് തന്നെ കാര്യങ്ങൾ വെള്ളനാട് ശശി തന്നെ കൈകാര്യം ചെയ്തു. അപ്പോൾ നമുക്കറിയാം വെള്ളനാട് ശശി എന്ന് പറയുന്ന നേതാവ് പ്രവചനാതീതമാണ്. എന്ത് ചെയ്യും എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു നേതാവാണ്. നേരത്തെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അത് കഴിഞ്ഞ് അതിൽ പ്രശ്നങ്ങളുണ്ടായ ശേഷം CPM-ലേക്ക് വന്നു. CPM-ലേക്ക് വന്നപ്പോൾ ഇത്തവണ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. ആ UDF-ൻ്റെ പഞ്ചായത്ത് അപ്പാടെ LDF-ലേക്ക് എത്തിച്ചുകൊണ്ടാണ് വെള്ളനാട് ശശി അവിടെ CPM-ൻ്റെ ഭാഗമാവുകയും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമൊക്കെ ആയി തീരുകയും ചെയ്തത്. അതിനിടയിൽ സ്ത്രീകളുമായി, ഒരു ഹോട്ടൽ ഉടമയായ സ്ത്രീകളുമായി ബഹളം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ വന്നിരുന്നു. അടുത്തിടെയാണ് പഞ്ചായത്ത് സെക്രട്ടറിയുമായി, അതായത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ശേഷമാണ് അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയുമായി വലിയ പ്രശ്നങ്ങളുണ്ടായത്. പഞ്ചായത്ത് സെക്രട്ടറി എനിക്ക് ഈ പ്രസിഡന്റിനെ കൊണ്ട് ജീവിക്കാൻ വയ്യ, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെയുള്ള പരസ്യ പ്രതികരണമൊക്കെ നടത്തുകയും ചെയ്തത്. അങ്ങനെ പ്രവചനാതീത സ്വഭാവമുള്ള ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇന്ന് ആ പ്രവചനാതീതമായ ആരും ഒരു മുള്ളംപന്നിയോ ഒരു കാട്ടുമൃഗമോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചില പ്രതികരണങ്ങൾ കൂടി കേട്ട ശേഷം ഞാൻ ഇതിലേക്ക് വരാം. എന്നെ രാവിലെ ഇവിടുത്തെ സുമേഷും വേറെ രണ്ടു വിളിച്ചു പറഞ്ഞാൽ ഒരു മുള്ളം പന്നി കിടക്കുന്ന ഫോറസ്റ്റ് അറിയാം. അപ്പോൾ ഞാൻ ഉടനെ നമ്മൾ റോഷ്നി മാഡത്തെ വിളിച്ചപ്പോൾ മാഡം പറഞ്ഞു അവിടെ നിന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞ് ശോഭൻ ചേട്ടൻ ഇവിടെ നമ്മളെ അനീഷ് ചേട്ടനെ അറിയിച്ചു, വെള്ളനാട് ഫോറസ്റ്റ് അനീഷിനെ അറിയിച്ചിട്ട് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്നൊരു കമ്പ് വഴിയടിക്കുന്നു, ഇറങ്ങി പോകുന്നു, ചത്തു. അതിനിടയ്ക്ക് പറഞ്ഞ് മെമ്പർ അറിയിച്ച പഞ്ചായത്ത് മെമ്പർ അറിയിച്ചു എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ്. അങ്ങനെ പ്രസിഡന്റ് ആ ലെവലിൽ ഇവിടെ വന്നു, ഒരു കമ്പെടുത്തു, അതിനെ അടിച്ചു. പക്ഷെ അത് അവിടെ നിന്ന് ഓടി വന്ന സംഭവമാണ്. ഓടി കിടക്കുകയാണ്. അത് ഒരു 10 മിനിറ്റകം ഇവരെത്തി, ഫോറസ്റ്റ് എത്തിയപ്പോൾ സംഭവം രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന സംഭവം കൊണ്ടുണ്ട്. അവർ ഉടനെ പറഞ്ഞ് കേസെടുക്കണം, അത് ആരാണ് കൊണ്ടുവന്നൊക്കെ ചോദിച്ചു. നിവർത്തിയില്ല, ആളുകൾ പറയേണ്ടി വന്നു, ഞാൻ അടിക്കേണ്ടി വന്നു. ആളുകളുടെ പ്രതികരണമാണ്. ഫോറസ്റ്റ് ചോദിച്ചപ്പോൾ പിന്നെ നിവൃത്തിയില്ലാതെ കാര്യം പറയേണ്ടി വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അനന്തൻ, ഇപ്പോൾ ഇത്രയേറെ അനുഭവ സമ്പത്തൊക്കെ ഉള്ളൊരു രാഷ്ട്രീയക്കാരനാണ്, ഏറെ വർഷങ്ങളായി രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഈ പ്രവചനാതീത സ്വഭാവമായി കഴിഞ്ഞാൽ ഒരു ഈ രാഷ്ട്രീയ അനുഭവത്തിൻ്റെയൊക്കെ ഒരു പക്വതയൊക്കെ പ്രവൃത്തിയിൽ കാണിക്കേണ്ടത്. ഇത് 1-2 സംഭവമല്ലേ, എത്രയോ സംഭവങ്ങളായി നമ്മൾ തന്നെ വെള്ളനാട് ശശി ഉൾപ്പെട്ടത് വാർത്തയായി വായിക്കുന്നു. വിമർശന വിധേയമായ ഒരുപാട് നടപടികൾ വെള്ളനാട് ശശിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വെള്ളനാട് ശശി അവിടെ നാട്ടുകാരൊക്കെ വലിയ പ്രീതിയാണ്. വെള്ളനാട് ശശിക്കൊപ്പമാണ് നാട്ടുകാരെപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജനപ്രതിനിധിയായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ നിയമം നോക്കാറില്ല. ഇപ്പോൾ ഈ അടുത്തിടെ പഞ്ചായത്ത് സെക്രട്ടറി തന്നെ ഉന്നയിച്ചൊരു ആരോപണം, അവിടെ ഈ മണലടിക്കാൻ വേണ്ടി ലോറികൾക്ക് പാസ് കൊടുക്കുന്നത് പഞ്ചായത്താണ്. പക്ഷേ പഞ്ചായത്തിൻ്റെ ആ നടപടി കുറച്ച് നിയന്ത്രണം ഉള്ളതുകൊണ്ട് വെള്ളനാട് ശശി സ്വന്തമായിട്ട് പാസ് അടിച്ച് മണൽ ലോറികൾക്ക് നൽകി എന്നുള്ളതായിരുന്നു ഒരു ആരോപണം. അങ്ങനെ
നിയമമൊന്നും നോക്കാതെ സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുന്ന സ്വന്തം നിയമവ്യവസ്ഥകളുള്ള ഒരു നേതാവാണ് വെള്ളനാട് ശശി. ആ വെള്ളനാട് ശശി ഇന്ന് സ്വന്തം നിയമം നടപ്പാക്കിയിരിക്കുന്നു. വന്യജീവിയെ അടിച്ചുകൊന്ന് വനം വകുപ്പിന് കേസുണ്ടാക്കി കൊടുത്തിരിക്കുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഇൻക്വസ്റ്റൊക്കെ നടപടികൾ പൂർത്തിയാക്കി മൊഴിയെടുത്തപ്പോൾ അവിടെ കൂടിയുന്ന ദൃക്സാക്ഷികളൊക്കെ വെള്ളനാട് ശശിയാണ് മുള്ളൻപന്നിയെ തല്ലിക്കൊന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ അറസ്റ്റിലേക്ക് പോകുമെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ശരി, എന്തായാലും ഈ മൊഴി കൊടുത്തവരൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ തന്നെയായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാട്ടുകാരുടെ ഒരു ആവശ്യം നിറവേറ്റി എന്ന നിലയ്ക്കായിരിക്കും ഒരുപക്ഷെ ആളുകൾ അതിനെ കണ്ടത്. പക്ഷേ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും. മുള്ളൻപന്നിയെ കൊല്ലുക എന്നത് നിയമപരമായി തെറ്റുമാണ്. വനവകുപ്പിന് ആ നടപടികൾ സ്വീകരിക്കാതെയും തരമില്ല.